ഹായ് പറയുന്നുണ്ട്. സെയിലു ഹായ് പറയുന്നുണ്ട്. സുഖാണോ ചോദിക്കുന്നു. സുഖാണ് കേട്ടോ. 28ാമത്തെ ലൈക്ക് പറയുന്നുണ്ട്. താങ്ക് യു. തെരുവ് നായകളുടെ കാര്യത്തിൽ ഡബിൾ നയമാണ് ഉൾക്കൊള്ളാനാവൂ. മൃഗങ്ങളോടുള്ള ക്രൂവൽറ്റി കൂടിയാണ്. ഇതും നിയമത്തിൽ കുറ്റകരമാണ്. ബർത്ത് കൺട്രോൾ മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റൂ. ഞാൻ ചോദിക്കുന്നത് മൃഗങ്ങളുള്ള ക്രൂവൽറ്റി ആണെങ്കിൽ എന്തുകൊണ്ട് ഈ നിയമങ്ങള് നമ്മുടെ ആടിനും പശുവിനും നമ്മുടെ കോഴിക്കും താറാവിനും ഒന്നും ബാധകമാകുന്നില്ല? അതിനോട് എന്തുമാത്രം ക്രൂവൽറ്റിയാ മനുഷ്യൻ ചെയ്യുന്നത്? അവനെ കൊന്നു മനുഷ്യൻ തിന്നുകയല്ലേ ചെയ്യുന്നത്? അതിനേക്കാളും വലിയ ക്രൂവൽറ്റി വല്ല ഇവിടെ ചെയ്യാനുണ്ടോ? അപ്പൊ അത്രയും ക്രൂവൽറ്റി ഒക്കെ ചെയ്യുന്നതിനെതിരെ യാതൊരു നിയമവും ഇല്ല. പട്ടികൾക്ക് എതിരെ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ബാധകമായിട്ടുള്ളൂ. തൻവി ലൈക്ക് 13 പറയുന്നുണ്ട്. ഹായ് തൻവി. ഹായ് നേഹ എന്ന് പറയുന്നുണ്ട്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് മനുഷ്യനെ എടുത്ത് കളയേണ്ടത്. അതായത് ഇവിടെ ചില ആളുകൾക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് എടുത്ത് കളയുമ്പോഴേ നമുക്ക് നന്നാവുള്ളൂ. ആ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒന്ന് തെരുവുനായ ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുത്തിട്ട് അതിനെ സംരക്ഷിക്കുക. പിന്നെ ബാക്കി ഉള്ള ജീവികളൊക്കെ നമ്മൾ നിഷ്കരണം അതിനെതിരെ ക്രൂവൽറ്റി കാണിക്കുക. അതായത് നമുക്ക് ഇതിനെ കൊല്ലാം, കോഴിയെ കൊല്ലാം, താറാവിനെ കൊല്ലാം, പശുവിനെ കൊല്ലാം, ആടിനെ കൊല്ലാം, എരുമയെ കൊല്ലാം, എന്തിനെ നമുക്ക് കൊല്ലാം. അതായത് എന്താ പറയുന്നത്, നമ്മുടെ ഈ പക്ഷിപ്പനിയൊക്കെ വരുമ്പോഴത്തേക്കിന് താറാവിനെയൊക്കെ കൂട്ടത്തോടിട്ട് കത്തിച്ചു കൊന്നു കളയുന്നത് എന്തൊരു ഇതാണ്. മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനൊന്നും എതിരെ നമുക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ പട്ടിയെ മാത്രം തൊടാൻ പാടില്ല. പട്ടിക്ക് മാത്രമായിട്ട് എന്ത് പ്രിവിലേജാണ് ഇവിടെ ഉള്ളത്? സുഖമാണോ ചോദിക്കുന്നുണ്ട് തൻവി. സുഖാണ് കേട്ടോ. ഫസ കുരുപ്പെ നീ ജീവിച്ചിരിപ്പുണ്ടോ ചോദിക്കുന്നുണ്ട് ഫർസു. ഹായ് ഓൾ പറയുന്നുണ്ട് തൻവി. തെരുവ് നായകളെ സർക്കാർ ഏറ്റെടുക്കുന്നതാണ് നല്ലത് പറയുന്നുണ്ട് മനോജ് ബ്രോ. നേഹ മോളെ നിന്നെ ഞാൻ കണ്ടു പറയുന്നുണ്ട് ആശാന് പറഞ്ഞ. ഹായ് നേഹ പറയുന്നുണ്ട് ആശാൻ. നീയല്ലേ ആശാനെ എപ്പോഴും വീഡിയോ കോൾ ചെയ്യാ പറഞ്ഞ് ഇവിടെ ബഹളം വെക്കാറുണ്ട് കേട്ടോ. ആശാനെ എന്തുണ്ട് വിശേഷം? എന്ത് പറയുന്നു? പിള്ളേരുണ്ടോ അവിടെ? അതൊക്കെ ഇരിക്കട്ടെ. ആശാൻ പിന്നെയും കെട്ടിയോ? എന്തുവാ മനുഷ്യ, ആശാനാണെങ്കിൽ കല്യാണം നോക്കി നടക്കുന്നുണ്ടായിരുന്നു. രമേശ് അസ്സലാം വലൈക്കും പറയുന്നുണ്ട്. രമേശ് വാലൈക്കും അസ്സലാം. രമേശ് സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റത്തില്ല, അത് എന്റെ ആളാണ് അവള്. 31st ലൈക്ക് പറയുന്നുണ്ട്. താങ്ക് യു രമേശ്. അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ചെഗു. അതെ, നമുക്ക് ആൻസർ ഇല്ല. ഞാൻ പറഞ്ഞത് ഡബിൾ സ്റ്റാൻഡേർഡ് എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞത്. കാര്യം ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ ഇരിക്കുന്നിടത്തോട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് കൊണ്ട് ഇറങ്ങരുത്. നേഹയ്ക്ക് കാര്യം മനസ്സിലായി, പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ചിരി വരുന്നേ പറയുന്നുണ്ട് ആശാൻ. അതെ, ഇടക്കിടക്ക് ആശാന്റെ ഫോട്ടോ എടുത്ത് നോക്കും, വീഡിയോ എടുത്ത് നോക്കും, എന്നിട്ട് പറയും ആശാന് വീഡിയോ കോൾ ചെയ്യുമല്ലേ. ആശാനെ കാണാനല്ലോ. ആശാൻ ഇപ്പൊ മലപ്പുറത്തോട്ടൊന്നും വരലില്ലേ? ആശാനെ കണ്ടിട്ട് കുറെ ആയി. മൃഗങ്ങളെ സംരക്ഷിക്കാൻ നല്ല നിയമങ്ങളുണ്ട്, മനുഷ്യനെ സംരക്ഷിക്കാൻ ഇല്ല താനും. ഉദാഹരണം വന്യജീവി സംരക്ഷണ നിയമങ്ങൾ. അറിയാതെയെങ്കിലും ഒന്നിന്റെ ജീവൻ എടുത്തെന്നറിഞ്ഞാൽ വനം വകുപ്പ് വെറുതെ വിടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നറിയാമോ? അതായത് നമ്മളുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ വന്നപ്പോഴത്തേക്കിന് നമ്മളുടെ ഈ വനങ്ങളുടെ അധികാരം ആദിവാസികൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആദിവാസികളായിരുന്നു വനത്തിൽ ജീവിച്ചിരുന്നതും എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നതും അവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവർക്ക് ഈ വനത്തിന്റെ മേലിൽ ഒരു പിടിമുറുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. വനവിഭവങ്ങളൊന്നും ചൂഷണം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വന്യജീവി സംരക്ഷണ നിയമം, വനസംരക്ഷണ നിയമം എന്നൊക്കെ പറഞ്ഞ് അവരുണ്ടാക്കിക്കൊണ്ട് വന്നത്. എന്നിട്ട് ആദിവാസികളെ എന്താ പറയുന്നത്, അവരുടെ സ്വന്തം മണ്ണിൽ തന്നെ അവകാശമില്ലാത്തവരാക്കി മാറ്റി. ബ്രിട്ടീഷുകാർ പോയിട്ടും നമ്മൾ ഈ വൃത്തികെട്ട നിയമം നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്ക്, മൃഗങ്ങള് പെരുകുന്നത് സംരക്ഷിക്കാൻ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ ഗെയിം ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ആളുകൾക്ക് അവിടെ പോയിട്ട് ഇത്ര മൃഗങ്ങളെ, അതായത് ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാം, എന്നിട്ട് അതിനെ നമുക്ക്